ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് അഫോർഡബിൾ മൗസ് ചോയ്സ് ആണ് ആൻഡി സ്പോർട്സിൻ്റെ GM600 എന്ന് പറഞ്ഞ മോഡൽ. എനിക്ക് ലഭിച്ച പാക്കേജിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങളീ കാണുന്നത്. നോർത്ത് സൈഡിൽ നിന്ന് വരുന്ന ഒട്ടുമിക്ക പ്രൊഡക്റ്റും ഫ്ലിപ്കാർട്ട് വഴി ഇപ്പം ഈ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടുന്നത്. 1-2 തവണ ഞാനിപ്പോൾ പ്രൊഡക്റ്റ് തിരിച്ച് റീപ്ലേസ്മെൻറ്റ് ഓപ്ഷന് കൊടുക്കേണ്ടി വന്നു. ഈ ഒരു ക്വാളിറ്റി കാരണം നമ്മൾ പ്രൊഡക്റ്റ് ഡാമേജ് ആയിട്ടാണ് കിട്ടുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡാമേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് യൂസ് ചെയ്യാമെന്ന് കരുതി. അപ്പം ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഹാൻഡ് ഫീൽ എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ആയാലും ആ ഒരു സ്വിച്ച് ആയാലും കാണുന്ന ഒരു ലൈറ്റ് ആയാലും ഡിസൈൻ ആയാലും എല്ലാത്തിൽ നിന്നും ഒരു 500 റുപ്പീസിനേക്കാൾ കൂടുതൽ ഒരു ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ബെസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ളൊരു മൗസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും കൂടെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ചോയ്സ് തന്നെയാണ് ഒരു 500 റേഞ്ചിൽ നമുക്ക് കിട്ടാനുള്ളത്. പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ് ഓപ്ഷൻസ്. അപ്പോൾ ഞാനിത് പ്രോഗ്രാം ചെയ്തിട്ട് സെൻറ്റർ ബട്ടൺ ലൈറ്റിംഗ് ഓപ്ഷനിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഓരോ തവണ ഞാൻ ഈ സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്തും ആ ലൈറ്റിംഗ് ഓപ്ഷൻ മാറുന്നുണ്ട്. ഒരു 10-12 ലൈറ്റിംഗ് ഓപ്ഷൻ വരെ നമുക്ക് മാറ്റി മാറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെ നമുക്ക് അതിൻ്റെ സ്പീഡും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിലുള്ള മറ്റ് മൗസുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് RGB സപ്പോർട്ടഡാണ്. അതായത് ഓരോ സ്പേസും നമുക്ക് ഡിഫറെൻറ്റ് കളർ സപ്പോർട്ട് ചെയ്യും. ചില മൗസുകൾ നമുക്ക് കാണാം, അത് ഫോട്ടോയിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഫുൾ RGB സപ്പോർട്ടാണെന്ന്. പക്ഷേ ഒരു സ്പേസിൽ ഒരു കളർ മാത്രമേ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഓരോ ഇഞ്ചിൽ വരെ എല്ലാ കളറും സപ്പോർട്ട് ചെയ്യുന്ന ഒരു RGB സ്പെക്ട്രം തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ബൾക്കി ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു 1-2 ഡേയ്സ് എനിക്കൊരു ബൾക്കി ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഒരു 2 ഡേയ്സ് കഴിഞ്ഞപ്പം കയ്യിൽ നല്ല കംഫർട്ടായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് നല്ലൊരു കംഫർട്ട് ഫീൽ കിട്ടുന്നുണ്ട്. മറ്റ് ചെറിയ മൗസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു റിസ്റ്റ് പെയിൻ വരും. നമ്മുടെ കയ്യിൽ കുറേ എംപ്റ്റി സ്പേസ് ഉണ്ടാവും നമ്മൾ മൗസ് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഒന്ന് യൂസ്ഡ് ആവാൻ ഒരു 1-2 ഡേയ്സ് എടുക്കും. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ട് അവർ കുളമാക്കിയിട്ടില്ല. കാരണം ഒരു മിനിമൽ ഡിസൈൻ തന്നെ പറയാം. ആ ഒരു RGB സ്ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഒരു മിനിമൽ ലൈറ്റ്, ഒരു സിംഗിൾ ലൈറ്റ് മാത്രം വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇനി അതല്ല കുറച്ച് നമ്മുടെ ഒരു സെറ്റപ്പിന് മാച്ച് ആവുന്ന രീതിയിൽ കംപ്ലീറ്റ് RGB കൊടുക്കണമെങ്കിൽ അതിലും യൂസ് ചെയ്യാം. അപ്പോൾ ഒരു യൂസറിൻ്റെ താല്പര്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റുകളായതുകൊണ്ട് എല്ലാ കാറ്റഗറി പെടുന്ന ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഓഫീസ് യൂസ് ആണെങ്കിലും ഒരു ഗെയിമർ ആണെങ്കിലും ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും എല്ലാവർക്കും അവരവരുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കസ്റ്റമൈസ് ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത് സോഫ്റ്റ്വെയർ വഴിയാണ്. ആ ഒരു സോഫ്റ്റ്വെയർ ലഭിക്കാൻ വേണ്ടിയിട്ട് andysports.com/downloads എന്ന് പറഞ്ഞ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മുടെ മൗസിൻ്റെ മോഡൽ ഏതാണോ എന്ന് നോക്കിയിട്ട് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൽ 4 ഓപ്ഷൻസ് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബട്ടൺസ്, മാക്രോസ്, പെർഫോമൻസ്, പിന്നെ LED എന്ന് പറഞ്ഞിട്ട്. ഈ ബട്ടൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 7 ബട്ടൺസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് നോർമലി ബൈ ഡിഫോൾട്ട് നമ്മുടെ ആ സെൻറ്ററിൽ കാണുന്ന ബട്ടൺ 4 എന്ന് പറഞ്ഞ ബട്ടണിൽ DPI ആയിരിക്കും. പക്ഷേ ഞാനത് മാറ്റിയിട്ട് LED ലൂപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തമ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ബട്ടൺ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആക്കി വെക്കാം. പിന്നെ എടുത്തു വരേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിനനുസരിച്ച് നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. പിന്നെ നമുക്ക് പെർഫോമൻസ് ടാബിൽ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് മൗസ് സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡബിൾ ക്ലിക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് നമുക്കൊരു സ്ക്രോൾ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്ക്രോൾ സ്പീഡ് മിനിമം 1-ലാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുന്നതാണ് DPI ലേഔട്ട്. DPI മാക്സിമം 7200 വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു കേസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു 7000 യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയും സ്പീഡായിട്ട് പോയിൻ്റർ മൂവ് ചെയ്യുന്ന സമയത്ത് എനിക്കത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഗെയിമിങ്ങിൽ അധികം 1000 ആണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഗെയിമിങ്ങിന് 1000ഉം അതുപോലെ തന്നെ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 2000ഉമാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ടോട്ടൽ നമുക്ക് 6 ഓപ്ഷൻ അവൈലബിൾ ആണ്. ഞാനിതിൽ 3 മാത്രമേ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളൂ. പിന്നെ ഓരോ DPI സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിന് ഡിഫറെൻറ്റ് കളർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് 1000 ആവുന്ന സമയത്ത് യെല്ലോ ആണ്,
അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഗ്രീൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളൊരു റെഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 DPI ഞാൻ മാറ്റുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ കളർ കണ്ടാൽ മനസ്സിലാവും. ഈ ആപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ കളർ കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഏത് DPIയിലാണ് ഉള്ളതെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓപ്ഷനാണ് ഇവിടെ LED ഓപ്ഷൻ. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലൈറ്റിംഗ് ഓപ്ഷൻസും നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സ്വിച്ച് വേണമെങ്കിലും പ്രോഗ്രാം ചെയ്ത് വെക്കാം. ഞാൻ 4ാമത്തെ സ്വിച്ച്, അതായത് ആ ഒരു മിഡിൽ ബട്ടണാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ പറയുകയാണെങ്കിൽ ഡിസൈനിൻ്റെ കാര്യത്തിലായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും കസ്റ്റമൈസേഷൻ്റെ കാര്യത്തിലായാലും നമ്പർ 1 ചോയ്സാണ് ഈ മൗസ്.